السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ വിശ്വവിഖ്യാതമായ ഒരു ചെറു ഗ്രന്ഥമാണ് അൽ ഖവാഇദുൽ അർബഅ, 4 അടിസ്ഥാനങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥം. ആ ഒരു ഗ്രന്ഥത്തിന് ഒരുപാട് ശുറൂഹാത്തുകൾ, ഒരുപാട് വിശദീകരണ ഗ്രന്ഥങ്ങളൊക്കെ എഴുതപ്പെട്ട് ലോക പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ്. ഒരുപാട് മർക്കസുകളിൽ അത് പഠിക്കുകയും പഠിപ്പിക്കുകയും അതുപോലെ തന്നെ അത് മനനം ചെയ്യുന്ന വിദ്യാർത്ഥികളുമൊക്കെ ഉള്ള ഒരു പ്രശസ്തമായ കിതാബാണ്. ആ ഗ്രന്ഥത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് മഹാനായ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അത് വായിക്കുന്ന ആളുകൾക്ക്, പഠിക്കുന്ന ആൾ, അതുപോലെ തന്നെ അത് മനനം ചെയ്യുന്ന ആളുകൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ആ പ്രാർത്ഥനയിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. وأن يجعلك ممن إذا أعطي شكر وإذا ابتلي صبر وإذا أذنب استغفر فإن هؤلاء الثلاثة عنوان السعادة. 3 കാര്യങ്ങളാണ് നിന്നെ അള്ളാഹു ആക്കട്ടെ, നിന്നെ അള്ളാഹു അങ്ങനെ ആക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത് വഅൻ യജഅലക മിമ്മൻ ഇദാ ഉഅതിയ ശകറ. അള്ളാഹു നിനക്ക് എന്തെങ്കിലും നൽകിക്കഴിഞ്ഞാൽ അതിന് നന്ദിയുള്ള ആളാകാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ പ്രാപ്തനാക്കട്ടെ. അതുപോലെ തന്നെ വഇദാ ബുതുലിയ സബറ. എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ, എന്തെങ്കിലും പരീക്ഷണങ്ങൾ വന്നാൽ ആ പരീക്ഷണത്തിൽ യാതൊരു നിലക്കും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താത്ത വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയാക്കി തീർക്കുന്ന ആളുകളുടെ കൂട്ടത്തിലും അള്ളാഹു നിന്നെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. അതുപോലെ തന്നെ വഇദ അദ്നബ ഇസ്തഗ്ഫറ. എന്തെങ്കിലുമൊക്കെ ഒരു വീഴ്ചകൾ ജീവിതത്തിൽ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലും അള്ളാഹു നിന്നെ ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ് ഫഇന്ന ഹഉലാഇ സലാസ ഉൻവാനു സആദ. ഒരാൾക്ക് സൗഭാഗ്യമുണ്ട് എന്നറിയാൻ ഇത് ശ്രദ്ധിച്ചാൽ മതി. ഈ 3 കാര്യങ്ങളാണ് സൗഭാഗ്യത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. എന്താണ്? ഒന്നാമത്തെ കാര്യം, എന്തെങ്കിലും അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ശുക്റുള്ള ഒരാളാവുക എന്നുള്ളത്. അള്ളാഹു ഒരുപാട് നിഅമത്തുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ നിഅമത്തുകൾക്കൊക്കെ നന്ദിയുള്ള ആളാകാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകാത്ത നിഅമത്തുകളെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനോട് നന്ദി കെട്ട ഒരു അടിമയാകാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം വഇദ ബുതുലിയ സബറ. ഒരാൾക്ക് പരീക്ഷണം വന്നു കഴിഞ്ഞാൽ എന്തിനാണ് അള്ളാഹു എന്നെങ്ങനെ പരീക്ഷിക്കുന്നത്, എന്തിനാണ് അള്ളാഹു എന്നോട് ഇത് ചെയ്തത്, ഞാൻ എന്താണ്, ഈ രൂപത്തിൽ അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന വാചകങ്ങൾ പറയാതിരിക്കുക, അതിന് ക്ഷമ അവലംബിക്കുക. അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിലും അള്ളാഹു നിന്നെ ആക്കട്ടെ. വഇദ അദ്നബ ഇസ്തഗ്ഫറ. എന്തെങ്കിലും തിന്മ വന്നു പോയി കഴിഞ്ഞാൽ ഇനി ഞാനൊന്നും നേരാവാനില്ല, ഇനി ഞാനൊക്കെ ഇങ്ങനെ തന്നെ ജീവിച്ചുകൊണ്ട് ഈ രൂപത്തിൽ ചിന്തിക്കുന്ന ആളല്ല, മറിച്ച് എത്ര വലിയ തിന്മയാണ് എങ്കിലും, അത് എത്ര വലിയ മോശപ്പെട്ട തിന്മയാണ് എങ്കിലും ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കാനും അതുപോലെ തന്നെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാറിന് ചോദിക്കാനും ഒരാൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അവൻ സൗഭാഗ്യവാനാണ് എന്നാണ് മഹാനായ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വെക്കുന്നതായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.